ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണെന്ന് കണ്ടു നോക്കാം. വരൂ. The area enclosed between the curve mod y is equal to 1 minus x square. Mod y is equal to 1 minus x square plus y square is equal to 1b alpha. ഓക്കെ, പിന്നെ ഒരു കണ്ടീഷനൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മോഡ് ബീറ്റ മൈനസ് ഗാമ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആദ്യം എന്തായാലും ഏരിയയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പം ഏരിയയിലേക്ക് പോകുന്നതായ സമയത്ത് നിങ്ങൾ നോക്കുക, ഏരിയയിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഏതൊരു സംഭവവും എന്താണെന്ന് മനസ്സിലാവും. എന്താ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഒറിജിൻ സെൻറ്ററും റേഡിയസ് 1 യൂണിറ്റുമായിട്ടുള്ള ഒരു സർക്കിളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. മോഡ് വൈ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് അടുത്ത കർവ് വന്നിരിക്കുന്നത്. അപ്പം മോഡ് വൈ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് വൈ എന്ന് എഴുതാം. y ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് വൈ എന്നും എഴുതാം. മോഡ് വൈ എന്ന് പറയുമ്പോൾ പ്ലസ് വൈ അല്ലെങ്കിൽ മൈനസ് വൈ ആവും. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു അപ്വേർഡ് പരാബോളയാണ്. എക്സ് സ്ക്വയർ മൈനസ് 1, y ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡൗൺവേർഡ് പരാബോളയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഇനി അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു സർക്കിളുമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാനിനി എന്ത് ചെയ്യുന്നു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു എന്ത് വരയ്ക്കുന്നു, സർക്കിളിലേക്ക് പോകുന്നു. ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1, ഒറിജിൻ സെൻറ്ററും റേഡിയസ് 1ഉമായിട്ടുള്ള സർക്കിളാണതെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നോക്കുക. അപ്പോൾ ഇവിടെ റേഡിയസ് 1 ആണ്, ഇവിടെ ടോപ്പ് ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 0, ഇത് 0 1 എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഒറിജിൻ സെൻറ്റർ റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. ഇനി y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. ഈ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പം ഇത് എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു എന്താ, പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന 2 പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, 1ഉം ഏതാ മൈനസ് 1ഉമായിട്ട് ഒരു അപ്വേർഡ് പരാബോളയാണ് വരിക അത്. ഓക്കെ, അപ്പം ഇത് 1 ആണ്, ഇത് ഏതാണ് പോയിന്റ്, -1, 0 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു അപ്വേർഡ് പരാബോളയായിട്ട് അടുത്ത ഈ ഒരു y ഇസ് ഈക്വൽ ടു ഇങ്ങനെ വന്നു പരാബോള. ഓക്കെ, ഇതാണ് ഏത്, y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. അടുത്തെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ y ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഒരു ഡൗൺവേർഡ് പരാബോളയായിട്ട് ഇതാ y ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന പരാബോള വന്നു. സ്ട്രെയിറ്റ് ലൈൻ അല്ല, പരാബോളിക് ഷേപ്പിൽ വരണം. ഓക്കെ, ഇത് y ഇസ് ഈക്വൽ ടു എന്താ നോക്കൂ, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന പരാബോള. ഇതാണ് ആ കർവ്. ഏത് കർവ് നോക്കൂ, മോഡ് y ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സംഭവം. അപ്പം ഇതിൽ നമുക്കിവിടെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് എന്ന് പറയുന്ന സമയത്ത് ഇതാ ഈ 4 പാർട്ടിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ വരും. ഈ പാർട്ടിൻ്റെ ഏരിയയിലേക്ക് വരും.
അല്ലേ? അപ്പം ശരിക്കും ഇതെന്താണ്, 4 ക്വാഡ്രൻറ്റിലും കൂടി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ ഇൻറ്റു 4 ആണ് അല്ലേ? അത് സിമെട്രിക് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ ഇൻറ്റു 4 എന്നാണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ റിക്വയേർഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 4 ഇൻറ്റു ഏരിയ എൻക്ലോസ്ഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. എൻക്ലോസ്ഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ബിറ്റ്വീൻ ദ കർവ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ ഏരിയ അണ്ടർ സർക്കിൾ മൈനസ് ഏരിയ അണ്ടർ ദ പരാബോള മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഏരിയ അണ്ടർ സർക്കിൾ എന്ന് പറയുമ്പം അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഏരിയ അണ്ടർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ആർ സ്ക്വയർ ബൈ 4 ആണ്. പൈ ഇൻറ്റു ആർ സ്ക്വയർ 1 ആണ്. അപ്പോൾ പൈ ബൈ 4 എന്ന് കിട്ടും. ഏരിയ അണ്ടർ ദ സർക്കിൾ ഈസ് പൈ ബൈ 4. സമ്മതിച്ചല്ലോ. ഇനി ഏരിയ അണ്ടർ പരാബോള, ഏരിയ അണ്ടർ പരാബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ 0 to 1. അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 0 to 1. ഇതാണ് കർവ്, റോസ് ആണ് കർവ് അല്ലേ? അല്ലെങ്കിൽ അത് പിങ്ക് കർവാണ്. ആ കർവ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ്, എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 1. സോ 1 മൈനസ് 1/3. 1 മൈനസ് 1/3 ഈസ് 2/3. അപ്പോൾ ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതണം? ഏരിയ അണ്ടർ ദ സർക്കിൾ ഈസ് പൈ ബൈ 4. പൈ ബൈ 4 മൈനസ് 2/3. ഓക്കെ, 2/3 ആണ് ഏരിയ അണ്ടർ പരാബോള എന്ന് പറയുന്നത്. അപ്പോൾ പൈ ബൈ 4 മൈനസ് 2/3 ആണ്. സോ ദ റിക്വയേർഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ റിക്വയേർഡ് ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 4 ഇൻറ്റു പൈ ബൈ 4 മൈനസ് 2/3 എന്ന് എഴുതാം. അതായത് പൈ ബൈ 4 മൈനസ് 8/3 എന്നാണ് നമ്മുടെ ഏരിയ കിട്ടുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് വരിക. പൈ ബൈ 4 മൈനസ് 8/3 എന്ന് പറയുന്നത് ആൽഫയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഈസ് ആൽഫ. ഇനി അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ 9 ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ പൈ പ്ലസ് ഗാമ. 9 ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ പൈ പ്ലസ് ഗാമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 9 ഇൻറ്റു ആൽഫ ഈസ് പൈ ബൈ 4 അല്ലേ? ആൽഫ ഈസ് പൈ. ഒരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 ഇൻറ്റു പൈ ബൈ 4 പൈ ആണ്. ഞാനത് പൈ ബൈ 4 എന്ന് എഴുതി പോയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പം 9 ഇൻറ്റു പൈ മൈനസ് 8/3 ഇസ് ഈക്വൽ ടു ബീറ്റ പൈ പ്ലസ് ഗാമ. ഇനി അത് കമ്പയർ ചെയ്താൽ മതി നമുക്ക്. 9 പൈ മൈനസ് 3 ഇൻറ്റു 8 24 ഇസ് ഈക്വൽ ടു ബീറ്റ പൈ പ്ലസ് ഗാമ. സോ കമ്പയർ ചെയ്യുക. ബീറ്റ ഇസ് ഈക്വൽ ടു 9 എന്ന് നമുക്ക് എഴുതാം. ഗാമ ഇസ് ഈക്വൽ ടു മൈനസ് 24 എന്ന് നമുക്ക് എഴുതാം. ആൻസർ എത്തി. ഓക്കെ, ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുക. മോഡ് ഓഫ് ബീറ്റ മൈനസ് ഗാമയാണ് കണ്ടുപിടിക്കേണ്ടത്. മോഡ് ഓഫ് ബീറ്റ മൈനസ് ഗാമ ഇസ് ഈക്വൽ ടു മോഡ് ഓഫ് 9 മൈനസ് ഓഫ് മൈനസ് 24. 9 പ്ലസ് 24. 9 പ്ലസ് 24 ആണ്. 9 പ്ലസ് 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി, ഓപ്ഷൻ 4th ഓപ്ഷനാണ് നമ്മളെ കറക്റ്റ് ആൻസറായി വന്നിരിക്കുന്നത്. ഓക്കെ, ഏരിയ അണ്ടർ ദ കർവാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.